మానవులపైనే కాదు జంతువుల మీదను కరిరాజవరద నీకు కడు ప్రీతి. ఈ జీవకోటి సర్వముపై చిన్మయమూర్తి ఒలికెంతు കൃപാമധു കേരീതി. ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ലവിങ് ഗോഡ് എന്നുള്ള പുസ്തകം, മലയാളത്തിൽ പ്രേമസ്വരൂപൻ. ആ പുസ്തകത്തിൽ ഹിസ് സ്റ്റോറി ദ ഹിസ്റ്ററി എന്ന് പറഞ്ഞ മനോഹരമായ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ കസ്തൂരി സാർ പറയാണ്, അദ്ദേഹം ഭഗവാന്റെ മഹിമകളെക്കുറിച്ച് സംസാരിക്കാൻ ഗുവാഹട്ടിയിലേക്ക് പോയ സമയത്ത് അവിടെ ഗുവാഹട്ടിയിൽ അദ്ദേഹം പോയത് അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ ചീഫ് നഴ്സിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ മിങ്കി എന്ന് പറഞ്ഞ ഒരു പൂച്ചക്കുട്ടി, ആ പൂച്ചക്കുട്ടിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് കസ്തൂരി സാർ പറയുന്നത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൂച്ചക്കുട്ടി ഒരു ദിവസം ആ പൂച്ചക്കുട്ടി വളർത്തുന്ന ആ ഒരു സ്ത്രീ അവരെന്തോ കാരണം കൊണ്ട് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ പൂച്ചക്കുട്ടിയെ അതെന്തോ കുറുമാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ പൂച്ചക്കുട്ടി ഇങ്ങനെ തല്ലുമ്പോൾ അതിങ്ങനെ വേദനയിൽ ഇങ്ങനെ കരയാണ്. അത് കരയുന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ 16 പടങ്ങളുണ്ട്. ആ 16 പടങ്ങൾ ഒന്നൊന്നായിട്ട് ഇറ്റ് കെയിം ക്രാഷിങ് ഡൗൺ, താഴെ വീണ് ഇങ്ങനെ പൊട്ടുകയാണ്. ഇത് കണ്ടപ്പോൾ ഏത് സ്ത്രീയാണ് ഈ പൂച്ചക്കുട്ടിയെ തല്ലുന്നത്, അവരുടെ സഹോദരി ഉടനെ ഓടി വന്ന് പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുത്, കാരണം ഭഗവാൻ ഇത് ഇഷ്ടപ്പെടുന്നില്ല, അത് കാണുന്നുണ്ട്. കാരണം 16 പടങ്ങളും ഭഗവാന്റെ ഇങ്ങനെ താഴെ വീണിങ്ങനെ പൊട്ടുകയാണ്. അപ്പോൾ അവർ ഈ പൂച്ചക്കുട്ടിയെ തല്ലുന്നത് നിർത്തി. അപ്പോൾ പൂച്ചക്കുട്ടിയെ ടേബിളിൻ്റെ അടുത്ത് വെച്ചപ്പോൾ ഈ സാധാരണ ഈ പൂച്ചക്കുട്ടിക്കൊക്കെ അടി കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ അത് ഈ വേദനയുടെ നിവൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഈ കുടയില്ലേ, ഇങ്ങനെ കുടയുന്ന സമയത്ത് അത്ഭുതം എന്ന് പറയട്ടെ, ആ പൂച്ചക്കുട്ടിയുടെ ദേഹത്തിൽ നിന്ന് ഇങ്ങനെ വളരെ സുഗന്ധമുള്ള വിഭൂതി വരികയാണ്. ഓത്തൻറ്റിക് ആയിട്ട് പ്രശാന്തിയിൽ നിന്നുള്ള വിഭൂതി ഇങ്ങനെ വരികയാണ്. ഇതിൻ്റെ ഒരു 2ാം ഭാഗമുണ്ട് ഒരു എക്സ്പീരിയൻസിന്. ഭഗവാനെ ദർശിക്കാൻ വേണ്ടി ഇവർ പോയ സമയത്ത് ഭഗവാൻ വിഭൂതി അവർക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് എക്സ്ട്രാ പാക്കറ്റ് വിഭൂതി എടുത്തിട്ട് ഭഗവാൻ കൊടുത്തിട്ട് പറയാണ്, ഈ എക്സ്ട്രാ പാക്കറ്റ് ആ പൂച്ചക്കുട്ടിക്കാണെന്ന് പറയാണ്. ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന മുഴുവൻ കേൾക്കും എന്ന് നമ്മൾ പറയുന്നു. ഇത് ഒരു വായില്ലാത്തൊരു ജീവനാണ് പൂച്ച. അതിന് നമ്മുടെ ഭാഷ പോലും സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ ഗജേന്ദ്രമോക്ഷം എന്നൊക്കെ പറയില്ലേ, ഗജേന്ദ്രന്റെ വിളി ഭഗവാൻ കേട്ടു എന്നുള്ളത് നമ്മൾ പുരാണത്തിൽ വായിച്ചിട്ടുണ്ട്. ഇത് സായി ഭാഗവതമാണ്. ഈ സായി ഭാഗവതത്തിൽ നമ്മൾ കേൾക്കുകയാണ്, ആ പൂച്ചക്കുട്ടിയുടെ വിളി പോലും ഭഗവാൻ കേട്ടു. മാത്രമല്ല ഭഗവാൻ എപ്പോഴും പറയാറുണ്ട്, സർവജീവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി, സർവജീവ തിരസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് പറയാറുണ്ട്. നമ്മൾ എല്ലാ ജീവരാശികളെയും നമ്മൾ മാനിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമസ്കാരം ചെയ്യുമ്പോൾ പ്രണാമം ചെയ്യുന്ന സമയത്ത് അത് മുഴുവൻ എത്തിച്ചേരുന്നത് ഭഗവാന്റെ അടുത്താണ്. മാത്രമല്ല ഏത് ജീവരാശി ഉപദ്രവിച്ചാലും അത് എത്തിച്ചേരുന്നത് ഭഗവാന്റെ അടുത്തേക്കാണ്. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ ശരിക്കും നമ്മൾ വേദനിപ്പിക്കുന്നത് ഭഗവാനെ തന്നെയാണ്. മറ്റുള്ളവരെ ആദരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ആദരിക്കുന്നത് ഭഗവാനെ തന്നെയാണ് എന്നുള്ള പരമമായിട്ടുള്ള സത്യം ഈ എക്സ്പീരിയൻസിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരാണ്. വിശ്വം വിഷ്ണു സ്വരൂപം, ജനസേവ ജനാർദ്ദന സേവ, മാനവസേവ മാധവസേവ എന്നുള്ളത് യാഥാർത്ഥ്യമാകുന്നത് ഈ തത്വം കൊണ്ടാണ്. എല്ലാവരുടെയും അന്തരാത്മാവ് ആയി നിൽക്കുന്നത് നമ്മുടെ ഭഗവാനാണ്. ആ ഒരു ബോധം സദാ നമ്മുടെ മനസ്സിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ മുഴുവൻ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ സമർപ്പിക്കുകയാണ്. ജയ സായി.